എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2019 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 33/2019. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? കേരള വിദ്യാഭ്യാസ നിയമത്തിന് രൂപം നൽകിയ മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി, ജോസഫ് മുണ്ടശ്ശേരി. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം. ഓപ്ഷൻ സി, ഇറ്റ് വാസ് 5 past midnight. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെ? എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്നാണ് NH-17 ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി, പനവേൽ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ, ഡിസംബർ 10. ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി, അരുൺ ഷുറി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓപ്ഷൻ ഡി, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേര്. ഓപ്ഷൻ ബി, ദിവ്യചക്ഷു. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ എ, ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ ബി, ബാലഗംഗാധര തിലക്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻ സി, 1965 ജനുവരി 26. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രം. ഓപ്ഷൻ ബി, എടയ്ക്കൽ. GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്ക് സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതൽ? GST എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചരക്കു സേവന നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്ന് മുതൽ? ഓപ്ഷൻ ഡി, 2017 ജൂലൈ 1. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ ബി, HJ കനിയ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ, അമർത്യ സെൻ. ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണ് ഇതിൽ നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന പ്രസ്ഥാനമാണ് നീതി ആയോഗ്. എന്നാണിത് നിലവിൽ വന്നത്?
ഓപ്ഷൻ സി 2015 ജനുവരി 1. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാര്? ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നീലം കർഷകരുടെ ദുരിതം വിവരിക്കുന്ന നാടകം. ഓപ്ഷൻ ഡി നീലദർപ്പൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ബംഗാൾ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ഓപ്ഷൻ ബി ശ്യാം ബെനഗൽ. നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? നയി താലിം ആര് വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ്? ഓപ്ഷൻ സി ഗാന്ധിജി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള സിംഹം. ആരാണ് ഇതെഴുതിയത്? ഓപ്ഷൻ എ സർദാർ KM പണിക്കർ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയൻ. ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ആര്? വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി ലാറി ബേക്കർ. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. 2017 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്ന സ്ഥലം. ഓപ്ഷൻ ഡി ഭുവനേശ്വർ. 2023 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് നടന്നത് ബാങ്കോക്കിലായിരുന്നു. ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി PT ഉഷ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം. ഓപ്ഷൻ ഡി ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ വിമാനത്താവളം കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തേതുമായ വനിതാ ഭരണാധികാരി. മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വനിതാ ഭരണാധികാരി. ഓപ്ഷൻ ബി സുൽത്താന റസിയ. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്. കറൻസി നോട്ട് ഇന്ത്യയിൽ ആദ്യമായി പ്രിന്റ് ചെയ്തത്. ഓപ്ഷൻ ഡി ഷെർഷാ സൂരി. അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? അഷ്ടപ്രധാൻ എന്ന മന്ത്രിസഭ ഏത് രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി മറാത്ത. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം. ഓപ്ഷൻ എ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ ബി
സുഭാഷ് ചന്ദ്രബോസ്. ട്രായ് ശുപാർശ അനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ. ട്രായ് ശുപാർശ അനുസരിച്ച് പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് എന്നിവയ്ക്ക് ഇന്ത്യയിലാകമാനം നിലവിൽ വന്ന പൊതു നമ്പർ. ഓപ്ഷൻ സി 112. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ചാൾസ് മെറ്റ്കാഫ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്? അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത്? ഓപ്ഷൻ ബി മാഡം ഭിക്കാജി കാമ. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഓപ്ഷൻ സി ശങ്കരാചാര്യർ. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത് എന്ന്? ഓപ്ഷൻ ഡി 1857. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന മഹാൻ? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇന്നത്തെ പേര്? ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോൾ ഇന്നത്തെ പേര്? ഓപ്ഷൻ ബി പെരിയാർ. കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? കാർഷിക ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്? ഓപ്ഷൻ സി നബാർഡ്. രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം? ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി? ഓപ്ഷൻ എ സുജേത കൃപലാനി. ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം? ചൗരി ചൗര സംഭവത്തിൻ്റെ ഫലമായി പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം? ഓപ്ഷൻ ബി നിസ്സഹകരണ പ്രസ്ഥാനം. വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം? വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ സി 2000. ഭാരതരത്നം നേടിയ ആദ്യ വനിത? ഭാരതരത്നം നേടിയ ആദ്യ വനിത? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഉത്തരമഹാസമതലം. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം? ഓപ്ഷൻ എ മുംബൈ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കൽക്കട്ട. കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്? കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര്? ഓപ്ഷൻ സി കൊളംബിയ. ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ഗ്രീനിച്ച് സമയം കൃത്യമായി കാണിക്കുന്ന ഉപകരണം? ഓപ്ഷൻ എ ക്രോണോമീറ്റർ. ഇന്ത്യയുടെ തെക്കേ അറ്റം? ഇന്ത്യയുടെ തെക്കേ അറ്റം? ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം? ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം?
ഓപ്ഷൻ ഡി തെലുങ്കാന. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം. സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം. ഓപ്ഷൻ ബി കന്യാകുമാരി. ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഇന്ത്യയിൽ എത്ര സമയമേഖലകളുണ്ട്? ഓപ്ഷൻ എ 1. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്ന രാജാവ്. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? 1936 പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി AK ഗോപാലൻ. ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ആഗസ്റ്റ് 15 ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും സ്വാതന്ത്ര്യ ദിനമാണ്. ആ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ. അന്താരാഷ്ട്ര മണ്ണ് വർഷം. അന്താരാഷ്ട്ര മണ്ണ് വർഷം. ഓപ്ഷൻ ബി 2015. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ പ്രധാന നെല്ല് ഗവേഷണ കേന്ദ്രം. ഓപ്ഷൻ എ പട്ടാമ്പി. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം. ഓപ്ഷൻ സി മുള. ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ആഫ്രിക്കയിലെ ലൈബീരിയയിൽ 10,000-കണക്കിന് ആളുകൾ മരണപ്പെട്ട രോഗം വവ്വാലുകളാണ് പടർത്തുന്നത് എന്നാണ് കണ്ടെത്തിയത്. ഏതാണ് ആ രോഗം? ഓപ്ഷൻ ബി എബോള. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? ഓപ്ഷൻ എ കുരുമുളക്. ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം. ഓപ്ഷൻ സി ജൂൺ 5. സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ സി വിറ്റാമിൻ സി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻ ഡി ത്വക്ക്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ ബി ആരോഗ്യകിരണം. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകം ഏത്? ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാരഘടകം ഏത്? ഓപ്ഷൻ സി പ്രോട്ടീൻ. ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകമല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുക. ആവർത്തന പട്ടികയിൽ 18-ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ നിഷ്ക്രിയ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. നിഷ്ക്രിയ വാതകങ്ങളല്ലാത്തത് ഏത് എന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ എന്ന മൂലകത്തിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ഡ്യൂറ്റീരിയം. ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ലോഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ധാതു അയിര് എന്നറിയപ്പെടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. ISI മാനദണ്ഡമനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല? ISI മാനദണ്ഡമനുസരിച്ച് 1-ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിൻ്റെ TFM എത്ര ശതമാനത്തിൽ കുറയാൻ പാടില്ല?
ഓപ്ഷൻ സി 76%. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ. ഒരു ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജ രൂപം ഏത്? ഒരു ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലം പെൻസ്റ്റോക്ക് കുഴലിലൂടെ താഴോട്ട് ഒഴുകുമ്പോൾ ഉള്ള ഊർജ്ജ രൂപമേത്? ഓപ്ഷൻ ബി ഗതികോർജം. ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഒരേ തീവ്രതയിലുള്ള പച്ച, ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് ലഭിക്കുന്ന ദ്വിതീയ വർണ്ണം ഏത്? ഓപ്ഷൻ സി മഞ്ഞ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഐസ് ഉരുകുന്ന താപനില സെൽഷ്യസ് തെർമോമീറ്ററിൽ എത്രയാണ്? ഓപ്ഷൻ ബി 0 ഡിഗ്രി സെൽഷ്യസ്. ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ചില ഖരപദാർത്ഥങ്ങളെ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്നു. ഈ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ഉത്പതനം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പ്രകീർണനം. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ. എക്സിൻ്റെ 3ൽ 2 ഭാഗം 2 ആയാൽ 2x+1ൻ്റെ വില എത്ര? ഓപ്ഷൻ ബി 7. 3/5ൻ്റെ 3 മടങ്ങ് എത്ര? ഓപ്ഷൻ എ 3/6. 3/7 ഹരണം 4/7 എത്ര ഭാഗത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി 3/4 ഭാഗം. 0.06ന് സമാനമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ 0.6%. താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂനസംഖ്യ ഏത്? ഓപ്ഷൻ സി -2/15. -2/15. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി 8, 16, 15. 590 എന്ന സംഖ്യ 1180ൻ്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 50%. എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് 40 km/മണിക്കൂർ വേഗതയിലും ബിയിൽ നിന്ന് എയിലേക്ക് 60 km വേഗതയിലും യാത്ര ചെയ്താൽ ശരാശരി വേഗം എത്ര? ഓപ്ഷൻ ഡി 48. -4 × -3 × 7 തുല്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി -3 × -7 × -4. 0.0142 പ്ലസ് 0.2543 പ്ലസ് 0.5204 പ്ലസ് 0.2111ൻ്റെ വില. ഓപ്ഷൻ ബി 1. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 3 5/2 -3/16. ഓപ്ഷൻ സി 9/4 17/8. 5 ലക്ഷം രൂപയുള്ള ഒരു കാറിൻ്റെ വില 30% വർദ്ധിപ്പിച്ച് 20% കുറച്ചു. വിലയിൽ വന്ന മാറ്റം എന്ത്? ഓപ്ഷൻ ഡി 4% കൂടുന്നു. 72 192 360 എന്നീ സംഖ്യകളുടെ പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഓപ്ഷൻ സി 24. ഒരു വിദ്യാലയത്തിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. ആകെ 1722 കുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര?
ഓപ്ഷൻ എ 738. 10 വർഷം മുമ്പേ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 7:3 ആണ്. ഇപ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:2 ആയാൽ മകൻ്റെ വയസ്സ് എത്ര? ഓപ്ഷൻ ബി 16. 7.22 ഇൻറ്റു 7.22 പ്ലസ് 2 ഇൻറ്റു 7.22 ഇൻറ്റു 2.78 പ്ലസ് 2.78 ഇൻറ്റു 2.78ൻ്റെ വർഗമൂലം എത്ര? ഓപ്ഷൻ എ 10. 5/5 പ്ലസ് 5 മൈനസ് 5 ഇൻറ്റു 5 പ്ലസ് 5 പ്ലസ് 5 ഇൻറ്റു 5. ഓപ്ഷൻ സി 11. 425.763 എന്ന ദശാംശ രൂപത്തിൽ 10⁻²ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 6. 0.1225ൻ്റെ വർഗമൂലം എത്ര? ഓപ്ഷൻ ബി 0.35. ഒരു ക്ലോക്കിൽ 11:40 സമയം കാണിക്കുന്നു. അതിൻ്റെ കണ്ണാടിയിലുള്ള പ്രതിബിംബ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 12:20. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.